അവൻ വൈകി വരുന്നു എന്നുള്ളത് മാഷിന് വല്ലാത്ത ഒരു പ്രയാസമായി. മാഷ പല ദിവസവും അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്, അവനെ അടിക്കുന്നുണ്ട്, അവനെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംസാരം നടത്തുന്നുണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ എന്നാലും അവൻ വൈകിയേ വരൂ. ഇത് മാഷിക്കൊരു തരം ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. മാഷിനോടൊരു തരത്തിലുള്ള അവനെ അപമാനിക്കുന്നത് പോലെ തോന്നി. എത്ര പറഞ്ഞിട്ട് അവനതിന് മൈൻഡ് ചെയ്യുന്നില്ല. പതിവ് പോലെ ഒരു ദിവസം അവൻ ഇതേപോലെ തന്നെ വൈകി വന്ന സമയത്ത് മാഷെ അന്നുണ്ടായ എന്തൊരു ദേഷ്യത്തിന്റെ പേരിൽ ഇവനെ വല്ലാതെ അടിച്ചു. അടി മുഴുവനും കൊണ്ടത് അവന്റെ കയ്യിലായിരുന്നു. അവന്റെ ഒരു വിരല് വല്ലാതെ മുറിഞ്ഞു, വേദനയായി. അവൻ കരയാൻ തുടങ്ങി. ഇത്രയും ദിവസം അടിച്ചപ്പോൾ അവൻ കരയുന്നില്ലായിരുന്നു. ഇന്ന് ആ അടി കിട്ടിയിട്ട് അവൻ കരയാൻ തുടങ്ങി. മാഷ് അവനെ മൈൻഡ് ചെയ്തില്ല. മാഷിന് അവനോട് അത്രയും ദേഷ്യമുണ്ട്. അവൻ കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴും മാഷ് അതിന് ഒരു പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷെ ഇവ കരച്ചിൽ നിർത്തുന്നില്ല, ഈ കൈ ഇങ്ങനെ വെറുക്കുന്നുണ്ട്. അപ്പൊ മാഷിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. മാഷിങ്ങനെ ചെന്നിട്ട് കൈ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ കൈ നല്ലോണം മുറിഞ്ഞ അടയാളമുണ്ട്, ചോരയൊക്കെ കല്ലച്ച് നിൽക്കുന്നുണ്ട്. മാഷി ഇവനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഒരു ഓട്ടോറിക്ഷ എടുത്ത് ആശുപത്രിയിലേക്ക് പോയി. അവന്റെ കൈയൊക്കെ കെട്ടി ഓട്ടോറിക്ഷയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഒരു വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അവന്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ തീരുമാനിക്കണം മാഷ്. അങ്ങനെ വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വീടൊരു ചെറിയ കുന്നിന്റെ മുകളിലാണ്. അത് താഴെ ഒരു വണ്ടി നിർത്തി. അവൻ പറഞ്ഞു, മാഷ ഇതിന്റെ മുകളിലേക്കാണ്, ഞാൻ നടന്നു പോയിക്കോളാം, മാഷ് വരണ്ട. പക്ഷെ മാഷിന്റെ സമാധാനമില്ല. മാഷ പിന്നാലെ പോയി. അങ്ങനെ കയറി ചെന്നപ്പോൾ ഒരു ചെറിയ കുടില്, ചെറിയ വീടാണ്. സാധാരണ നമ്മൾ ചെന്നാൽ ആരെയും വിളിക്കൂലേ, ഉമ്മ അപ്പ എന്നൊക്കെ വിളിക്കൂലേ, ഇവരൊന്നും വിളിക്കുന്നില്ല. അപ്പൊ നേരെ ചെന്നിട്ട് ഒരു ചെറിയ ജനാലയുണ്ട്. ആ ജനാലയിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് വാതില് സ്വയം തുറന്നു. എന്നിട്ട് അവന് മാഷ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു. ഇത്രയും നേരം അവൻ മാഷോട് ഒരു പരാതിയും പറഞ്ഞില്ല. എന്തിനാ മാഷ ഇങ്ങനെ അടിച്ചത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അതിന്റെ കാരണം അവൻ പറഞ്ഞില്ല. അതെല്ലാം പറയാനാണ് അവൻ അകത്തേക്ക് വിളിക്കുന്നത്. അവന് മാഷോട് പറയാനുള്ളത് മുഴുവനും ആ ക്ഷണപത്രത്തിലുണ്ട് മുഴുവനും. മാഷിങ്ങനെ കയറി ചെന്നു. അവിടെ കുറച്ചു നേരം നിന്നു. അവിടുന്ന് തിരിച്ചു പോന്നു. മാഷി കണ്ണീരിങ്ങനെ തുടക്കുന്നുണ്ട്. മാഷിന് മനസ്സിലായി അവൻ എന്തുകൊണ്ടാണ് വൈകുന്നത്. അവൻ ആകെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കുക. അമ്മയ്ക്കും അവനും ആകെ ഉള്ളത് ഒരു പശു മാത്രമാണ്. ആ പശുവിന്റെ പാല് കറന്നെടുക്കുന്നത് ആ കുട്ടിയാണ്. ആ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ആ കുട്ടിയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി തിരിച്ചു വന്ന് അവന്റെ പുസ്തകക്കെട്ടുകൾ എടുത്ത് ഒക്കത്ത് വെച്ച് അവന് സ്കൂളിലേക്ക് ഓടി വരുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന് മാഷിന് അന്ന് മനസ്സിലായി. മാഷിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി. എൻ്റെ മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 ജീവിതമാണ്. കൊടുക്കുന്ന ഹോംവർക്ക് ഒന്നു തന്നെയാണ്. പക്ഷേ 30 കുട്ടികൾക്കും 30 ജീവിത സാഹചര്യങ്ങളാണ് എന്നും 30 ജീവിതങ്ങളാണ് എന്നും 30 സങ്കടങ്ങളാണ് എന്നും മാഷിന് അന്ന് മനസ്സിലായി. ഇതേപോലെ ഒരു ടീച്ചർ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി മാത്രം പഠനത്തിൽ യാതൊരു ശ്രദ്ധയില്ല, ഒരു താല്പര്യമില്ല. ഇതേപോലെ ദേഷ്യപ്പെട്ടാലോ അടിച്ചാലോ ഒന്നും അവരൊരു പ്രതികരണമില്ല. ഒരു ദിവസം ടീച്ചർ അത് പരസ്യമായി പറയുക പോലും ചെയ്തു, നിങ്ങളെല്ലാവരെയും എനിക്കിഷ്ടമാണ്, പക്ഷേ ടെഡിയെ മാത്രമേ എനിക്ക് താല്പര്യമില്ല, അവന് പഠിക്കാൻ യാതൊരു ആഗ്രഹമില്ല എന്നൊക്കെ ടീച്ചർ പരസ്യമായി പറയുകയും ചെയ്തു. ഒരു ദിവസം ടീച്ചർ ഇങ്ങനെ കുട്ടികളെ പഴയ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇങ്ങനെ നോക്കുക. അവരുടെ പഴയ ക്ലാസ്സിൽ, ഇത് 4ാം ക്ലാസ്സാണ്, 1, 2, 3 ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ടുകളൊക്കെ നോക്കിയപ്പോൾ 1ാം ക്ലാസ്സിൽ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു ഇവൻ. 2ാം ക്ലാസ് എത്തിയപ്പോൾ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്, അന്നത്തെ ക്ലാസ് ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്,
ടെഡിയുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അവന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കാണാം എന്ന്. പിന്നെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ടെഡിയുടെ അമ്മയ്ക്ക് തീരെ വയ്യ, അതായിരിക്കും അവന്റെ സങ്കടത്തിന് കാരണമെന്ന് തോന്നുന്നു. പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ടെഡിയുടെ അമ്മ മരിച്ചു, അത് ടെഡിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ടീച്ചർക്ക് ഏകദേശ കാര്യം മനസ്സിലായി. അന്ന് മുതൽ ടീച്ചർ ഇവന് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുക. ഇതുവരെ ഇല്ലാത്തൊരു കരുണ അവന്റെ മേൽ ടീച്ചറിൽ നിന്ന് പെയ്യാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്തൊരു ശ്രദ്ധ അവന് കിട്ടാൻ തുടങ്ങി. കുറെ ദിവസം കഴിഞ്ഞ് ടീച്ചറുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. അപ്പൊ അവിടെ സാധാരണ കുട്ടികളൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുവരും ടീച്ചറുടെ ബർത്ത്ഡേക്ക്. പടിഞ്ഞാറൻ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ കുട്ടികളൊക്കെ വലിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നല്ല സമ്മാനങ്ങൾ ടീച്ചർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ടെഡി കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? ഒരു സാധാരണ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഇതൊരു സാധനം, വർണ്ണക്കടലാസൊന്നുമില്ല, തിളങ്ങുന്നൊന്നുമില്ല. ഇത് സാധാരണ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്തോ കൊണ്ടുവന്നിട്ട് ടീച്ചർക്ക് കൊടുത്തു. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറ്റു നോക്കേണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി ടീച്ചർ ഇങ്ങനെ തുറന്നപ്പോ അതിലൊരു അത്തർ കുപ്പി ഉണ്ട്. ഈ അത്തർ കുപ്പി മിക്കവാറും അതിൽ തീർന്നിട്ടുണ്ട്, കുറച്ച് ബാക്കിയുള്ളൂ. പിന്നെയുള്ളതൊരു കല്ലുമാലയാണ്. അതാരോ ഉപയോഗിച്ചതിന്റെ ഒരു കല്ലുമാല, പുതിയതൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി, പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നത്. പക്ഷെ ടീച്ചർ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ടീച്ചർ ആ മാല ഇങ്ങനെ കഴുത്തിലുണ്ട്, ആ അത്തര ഇങ്ങനെ ശരീരത്തിൽ പൂശി കുട്ടികളോട് എല്ലാവരോടും കൈയടിക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും കൈയടിച്ചു. സ്കൂള് വിട്ട് കുട്ടികളൊക്കെ പോയി. ഒരാൾ മാത്രം ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ വീട്ടിൽ പോകാത്തത്? അവന് കാരണമൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത് എന്ന് പറഞ്ഞില്ല. കുറെ സമയം അവനവിടെ കാത്തിരുന്നു. ടീച്ചർ ഇങ്ങനെ വരുന്നുണ്ട്. ടീച്ചർ വന്നപ്പോൾ അവൻ ടീച്ചറുടെ അടുത്തേക്ക് ചെന്നു. ടീച്ചറുടെ തൊട്ടടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നു. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്താ ടെഡി ഇത്ര നേരമായിട്ട് വീട്ടിൽ പോകാത്തത്? അവൻ പറഞ്ഞു, ടീച്ചർക്ക് ഇപ്പോ എൻ്റെ അമ്മയുടെ മണമാണ്. സ്കൂള് കഴിഞ്ഞിട്ട് കുട്ടി പോവാ, വേറെ സ്കൂളിലേക്ക് മാറി പോവാ. ആ സമയത്ത് അവനൊരു ചെറിയ പേപ്പറിൽ ഒരു സാധനം എഴുതിയിട്ട് ടീച്ചറുടെ ഡയറിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ടീച്ചർ അതിങ്ങനെ കണ്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല ടീച്ചർ നിങ്ങളാണ്. ടീച്ചർ അവനെ ഇങ്ങനെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട്, ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ചെവിയിൽ പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറായി ഞാൻ മാറാൻ കാരണമുണ്ട്. എന്നെ മികച്ചൊരു ടീച്ചറാക്കി മാറ്റിയത് നീ ആയിരുന്നു. എന്നെ ഒരു ടീച്ചറാക്കി മാറ്റിയത് നീ ആയിരുന്നു. ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ 2 സ്ഥാനങ്ങളുണ്ട്. ഏറ്റവും വില കൂടിയ 2 സ്ഥലങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, മറ്റൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ഓർക്കുക എന്നുള്ളതാണ്. അയാളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല, അയാൾ നമ്മളെ ഓർക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വില കൂടിയ പ്രഷ്യസ് ആയ സ്ഥലം. പിന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് എന്താണെന്നറിയോ? ഒരു കുട്ടിയുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനമാണ്. നമ്മൾ പറയുന്നതിന് വാല്യൂ